എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പഴയ സീലിംഗ് ഫാൻ കറണ്ട് ഉപയോഗം വളരെയധികം കുറവുള്ള പുതിയ BLDC സാങ്കേതികവിദ്യയിലേക്ക് മാറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ശ്യാം. വീക്കെൻഡ്സ് ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷമുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ കാണുക. 30 വർഷത്തോളമായി ഉപയോഗിക്കുന്ന ഈ ഫാനിൻ്റെ സ്പീഡ് കുറഞ്ഞപ്പോഴാണ് BLDC കൺവേർഷൻ എന്ന ആശയം മുന്നോട്ട് വന്നത്. ബ്രഷ്ലെസ് ഡയറക്റ്റ് കറണ്ട് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് BLDC. കുറച്ചു നാളായി പ്രചാരത്തിലുള്ള ഈ BLDC ടെക്നോളജിയാണ് ഇൻവെർട്ടർ AC, ഫ്രിഡ്ജ് തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ മോട്ടോർ ചെറിയ സ്പീഡിൽ കുറച്ച് കറണ്ടും വലിയ സ്പീഡിൽ മാത്രം കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നു എന്നതാണ് ഒരു പ്രധാന നേട്ടം. സാധാരണ ഫാനിലുള്ള ഇൻഡക്ഷൻ മോട്ടോറിലേതുപോലെ വൈദ്യുതിയുടെ പാഴ്ചെലവും ഇതിൽ കുറവാണെന്നതിനാൽ ഹൈ എഫിഷ്യൻസിയുള്ള BLDC സീലിംഗ് ഫാനുകൾ മാക്സിമം സ്പീഡിൽ പോലും 30 വാട്ട്സ് മാത്രമാണ് എടുക്കുക. ദിവസം 15 മണിക്കൂർ ഉപയോഗിക്കുന്ന BLDC ഫാൻ ഒരു യൂണിറ്റ് വൈദ്യുതി 6 രൂപ നിരക്കിൽ ഒരു വർഷം ഏതാണ്ട് 985 രൂപയാണ് ചെലവ് വരിക. അതേസമയം 70-80 വാട്ട്സ് പവർ ഉപയോഗിക്കുന്ന സീലിംഗ് ഫാൻ 15 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ 2461 രൂപ ചെലവ് വരും. അതായത് ഒരു BLDC ഫാൻ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രതിവർഷം ഏകദേശം 1500 രൂപ ലാഭിക്കാം. BLDC കിറ്റുകൾ 1500 രൂപ മുതൽ 1700 രൂപ വരെയുള്ള വിലയിൽ ലഭിക്കുമെന്നതിനാൽ മുടക്ക് മുതൽ ഏകദേശം 1-1.5 വർഷം കൊണ്ട് തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ കേടായ സീലിംഗ് ഫാൻ റിപ്പയർ ചെയ്യുന്നതിന് പകരം BLDC കിറ്റ് വാങ്ങി കൺവേർട്ട് ചെയ്യുക. ഉഷയുടെ 1200 mm നോവ ഡീലക്സ് എന്ന മോഡലാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് BLDC കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. റിയ എന്ന കമ്പനിയുടെ RF മോഡൽ കിറ്റാണിത്. കിറ്റിൻ്റെ വില 1650 രൂപയും DTDC പാഴ്സൽ ചാർജ് 60 രൂപയും ചേർത്ത് 1710 രൂപയാണ് ഇതിൻ്റെ വില. ഈ കാണുന്നതാണ് PCB പ്ലേറ്റ്. സർക്യൂട്ട് ബോർഡ് പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. 2 സ്ക്രൂവും അവർ തന്നിട്ടുണ്ട്. ഇതാണ് PCB പ്ലേറ്റ് കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കപ്പ്. BLDC കിറ്റിൽ ഇതിനെ കാനോപ്പി എന്നാണ് പറയുന്നത്. പല നിറത്തിലുണ്ടെങ്കിലും എനിക്ക് കിട്ടിയത് ഐവറി കളറാണ്. അപ്പോൾസറി വേസ്റ്റ് കൊണ്ടാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഈ കിറ്റിൽ വരുന്ന സിംഗിൾ ബോർഡ് PCB ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് DC കണക്ഷൻസ്. ഇത് AC കണക്ഷൻസ്. സിംഗിൾ ബോർഡ് വില കുറവാണെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ബോർഡ് മുഴുവനായിട്ട് മാറ്റണം. റിയയുടെ ലേറ്റസ്റ്റ് RF കിറ്റിൽ ഡബിൾ ബോർഡും വരുന്നുണ്ട്. അതിൽ പവർ സപ്ലൈയും മോട്ടോർ ഡ്രൈവറും വ്യത്യസ്ത ബോർഡുകളാണ്. ഇതാണ് ഈ കിറ്റിലെ റിമോട്ട് കൺട്രോളർ. 7 സ്പീഡ് RF കൺട്രോളുള്ള റിമോട്ടാണിത്. ബാറ്ററി അവർ തന്നിട്ടില്ല. 3 ലെവൽ സ്ലീപ്പ് ടൈമറും സ്മാർട്ട് ഓൺ ഓഫ് ബട്ടണുകളും ഈ റിമോട്ടിലുണ്ട്. ഈ കാണുന്നതാണ് BLDC സ്റ്റാർട്ടർ കോയിലും റോട്ടോർ മാഗ്നറ്റിക് റിങ്ങും. നേരത്തെ വന്നിട്ടുള്ള മോഡലുകളിൽ നിന്നും വ്യത്യസ്തമായി മാഗ്നറ്റിക് റിങ്ങിൻ്റെ ലെഗുകൾക്ക് നീളം കുറച്ച് പഴയ ഫാനിലെ ഇൻഡക്ഷൻ റിങ്ങിൻ്റെ ഏകദേശം അളവിൽ കട്ട് ചെയ്താണ് ഇപ്പോൾ വരുന്നത്. ഈ BLDC സ്റ്റാർട്ടർ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതിനാൽ അതിൻ്റെ മാഗ്നറ്റിക് റിങ്ങിനോട് ചേർന്ന് വരുന്ന ഭാഗം ബ്ലൂ ആണ്. സ്റ്റാർട്ടർ കോയിലിൻ്റെ ഷാഫ്റ്റ് ഒരു സൈഡ് സ്ലിറ്റ് ചെയ്ത് 3 വയറും കണക്ടറും പുറത്തെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണ ഫാനിൻ്റെ സ്റ്റാർട്ടർ കോയിലിൽ 2 നിര വൈൻഡിങ് ഉണ്ടായിരിക്കും. BLDC ഫാനിൻ്റെ സ്റ്റാർട്ടർ കോയിലിൽ ഒറ്റ നിര വൈൻഡിങ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല വെയിറ്റും വളരെ കുറവാണ്. ഇനിയുള്ള വീഡിയോ പഴയ ഫാൻ അഴിക്കുന്നതിൻ്റെയാണ്. ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാതിരിക്കുന്നതിനുള്ള മുൻകരുതലെല്ലാം എടുത്തതിന് ശേഷമാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. സ്വന്തമായി ഇത് ചെയ്യുന്നവർ ഷോക്ക് അടിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. പഴയ ഫാൻ ലീഫ് കഴുകി വൃത്തിയാക്കി എടുത്തു. മോട്ടോർ കവർ നന്നായി തുടച്ചെടുത്തു. ഇനി ഈ കപ്പാസിറ്റർ ക്ലാമ്പ് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന സ്ക്രൂ അഴിച്ചു മാറ്റണം. വയർ കണക്ടറിലെ വയർ അഴിക്കുന്നതിന് മുമ്പ് കപ്പാസിറ്ററിൻ്റെ ടെർമിനൽസ് ഷോർട്ട് ചെയ്ത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. വയർ കണക്ടറിൽ നിന്ന് വയറുകളെല്ലാം അഴിച്ചതിന് ശേഷം മോട്ടറിലേക്കുള്ള എല്ലാ വയറുകളും ഡിസ്കണക്ട് ചെയ്യണം. മോട്ടോർ കവറിൻ്റെ 3 സ്ക്രൂ ഊരാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അങ്ങനെ അതുപേക്ഷിച്ച് ലീഫിൻ്റെ സ്ക്രൂകളെല്ലാം ഊരി മാറ്റി. ഹാങ്ങിങ് റോഡും ഷാഫ്റ്റും ഫിക്സ് ചെയ്യുന്നതിനുള്ള നട്ടും ബോൾട്ടും ഊരാനായി 10ൻ്റെയും 11ൻ്റെയും റിംഗ് സ്പാനറാണ് ഉപയോഗിച്ചത്. ഷാഫ്റ്റിൽ നട്ടും ബോൾട്ടും സൂക്ഷിച്ചു വെക്കണം. അത് പിന്നീട് കണക്ട് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. മോട്ടോർ കവറിൻ്റെ സ്ക്രൂ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഊരാനുള്ള ഒരു ശ്രമം കൂടി നടത്തി നോക്കി. പക്ഷെ വിജയിച്ചില്ല. WD-40യും സ്പ്രേ ചെയ്ത് നോക്കി. രണ്ട് സ്ക്രൂ എന്നിട്ടും സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ വെൽഡ് ചെയ്ത് 2 സ്ക്രൂ അഴിച്ചു.
മോട്ടോർ ഷാഫ്റ്റ് വൈസിൽ ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് 2 സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈസിയായി മോട്ടോർ കവർ ലൂസാക്കാവുന്നതാണ്. മോട്ടോർ കവർ ഊരിയെടുക്കുന്നതിനായി വയറുകൾ ഷാഫ്റ്റിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് കയറ്റി വലിച്ചു വയ്ക്കണം. എന്നാൽ മാത്രമേ മുകളിലത്തെ മോട്ടോർ കവർ ഊരിപ്പോരുകയുള്ളൂ. 2 സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തിക്കിയാൽ മോട്ടോർ കവർ ഊരിപ്പോരുന്നതാണ്. താഴത്തെ മോട്ടോർ കവർ ഊരുമ്പോൾ ഷാഫ്റ്റിലുള്ള വാഷറും സ്പ്രിങ്ങും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വയ്ക്കണം. മുകളിലത്തെ മോട്ടോർ കവർ ഊരാൻ വയറുകൾ തിരിച്ച് ഷാഫ്റ്റിലേക്ക് കയറ്റി വെച്ച് മോട്ടോർ കവറിൽ പിടിച്ച് ഷാഫ്റ്റ് നിലത്ത് തട്ടിയാൽ മതിയാവും. ആദ്യം പറഞ്ഞതുപോലെ പഴയ സ്റ്റേറ്റർ കോയിലിൽ 2 നിര വൈൻഡിങ് കാണാം. കൂടാതെ വൈൻഡിങ് ചൂടായി കോയിലിന് ചുറ്റുമുള്ള പേപ്പറൊക്കെ പൊടിഞ്ഞ് മോട്ടോർ കവറിൽ ചാടിയിട്ടുള്ളതും കാണാം. 2 കവറുകളും തുടച്ച് വൃത്തിയാക്കി എടുത്തു. സാധാരണയായി താഴത്തെ മോട്ടോർ കവറിലാണ് ഇൻഡക്ഷൻ റിങ് പ്രസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇതുപോലെ തിക്കിയാൽ ഈ റിങ്ങും പുറത്തെടുക്കാവുന്നതാണ്. ഇൻഡക്ഷൻ റിങ്ങിൻ്റെ ഏകദേശം ഒരേ വലിപ്പമുള്ളതായതുകൊണ്ട് മുകളിലത്തെ മോട്ടോർ കവറിൽ ഒന്ന് ടെസ്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കാം. രണ്ടാം ഭാഗത്തിൽ BLDC കിറ്റ് പഴയ ഫാനിന് വേണ്ടി മോഡിഫൈ ചെയ്യുന്നതും മാഗ്നറ്റിക് റിങ്ങും സ്റ്റേറ്റർ കോയിലും കൃത്യമായ ഗ്യാപ്പിൽ ഒട്ടിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നും നമുക്ക് കാണാം. അടുത്ത വീഡിയോ മിസ്സാകാതെ കാണാൻ നോട്ടിഫിക്കേഷൻസ് ഓണാക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.